കടുത്തുരുത്തി വലിയ പള്ളിയിൽ മൂന്ന് നോമ്പ് തിരുനാളിന് ഫെബ്രുവരി 9 ഞായറാഴ്ച കൊടിയേറും. പ്രധാന തിരുനാൾ 11, 12 തീയതികളിൽ നടക്കും. ചരിത്രപ്രസിദ്ധമായ പുറത്ത് നമസ്കാരം 11 രാത്രി 9 നടക്കുമെന്ന് പള്ളി അധികൃതർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഞായറാഴ്ച രാവിലെ 6:45 വികാരി ഫാദർ തോമസ് ആനിമൂട്ടിൽ കൊടിയേറ്റിന് കാർമ്മികത്വം വഹിക്കും. തുടർന്ന് ലതീഞ്ഞ് പാട്ടുകുർബാന. കോട്ടയം അതിരൂപത പ്രൊക്യുറേറ്റർ ഫാദർ എബ്രഹാം പറമ്പേട്ട് കാർമ്മികത്വം വഹിക്കും. രാവിലെ 9:30 വിശുദ്ധ കുർബാന. ഫാദർ ബിനോ ചേരിയിൽ നേതൃത്വം നൽകും. ഫെബ്രുവരി 11 രാത്രി 8:30 ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തുകുരിശിങ്കൽ തിരുനാൾ സന്ദേശം നൽകും. 9 ആരംഭിക്കുന്ന പുറത്ത് നമസ്കാരത്തിന് ആർച്ച് ബിഷപ്പ് മാർ മാത്യു മൂലക്കാട്ട് മുഖ്യ കാർമ്മികത്വം വഹിക്കും. 12 രാവിലെ തിരുനാൾ റാസ. ഫാദർ ജോസ് തറപ്പുതൊട്ടിയിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ വിൻസെന്റ് കുരുട്ടുപറമ്പിൽ തിരുനാൾ സന്ദേശം നൽകും. തിരുനാളിനോടനുബന്ധിച്ചുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി വികാരി ഫാദർ തോമസ് ആനിമൂട്ടിൽ കടുത്തുരുത്തി പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കടുത്തുരുത്തി വലിയ പള്ളിയിലെ തിരുനാള് മൂന്നോമ്പ് തിരുനാള് സമുചിതമായിട്ട് ആഘോഷിക്കുന്ന ഒരു സമയമാണ്. തെക്കുംഭാഗ സമുദായത്തിൻ്റെ മാതൃദേവാലയം കോട്ടയം അതിരൂപതയുടെ തലപ്പള്ളിയും ഈ പ്രദേശത്തിൻ്റെ പ്രഥമ ദേവാലയവുമായ കടുത്തുരുത്തി വലിയ പള്ളിയിലെ മൂന്ന് നോമ്പ് തിരുനാൾ ഫെബ്രുവരി മാസം 9, 10, 11, 12 തീയതികളിൽ സമുചിതമായിട്ട് ആഘോഷിക്കുകയാണ്. ഞായറാഴ്ച രാവിലെ തിരുക്കർമ്മങ്ങൾ കൊടിയേറ്റോടുകൂടി ആരംഭിക്കുന്നു. തിങ്കളാഴ്ച ദർശന സമൂഹത്തിൻ്റെ വാഴ്ച, വേസ്പര, മെഴുകുതിരി പ്രദക്ഷിണം. ചൊവ്വാഴ്ച വൈകുന്നേരം പ്രദക്ഷിണം. 8:30 തിരുനാൾ സന്ദേശം തൃശ്ശൂർ അതിരൂപത മെത്രാപ്പൊലീത്തയും CBCI പ്രസിഡന്റുമായ മാർ ആൻഡ്രൂസ് താഴത്ത് പിതാവ് നടത്തും. തുടർന്ന് ചരിത്രപ്രസിദ്ധമായ കരിങ്കൽ കുരിശിങ്കലുള്ള പുറത്തു നമസ്കാരം കോട്ടയം അതിരൂപത മെത്രാപ്പൊലീത്ത മാർ മാത്യു മൂലക്കാട്ട് പിതാവിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തപ്പെടുന്നു. ബുധനാഴ്ച രാവിലെ 10 മണിക്ക് ആഘോഷമായ തിരുനാൾ റാസ, കുർബാന, പ്രസംഗം. തുടർന്ന് വൈകുന്നേരം 7 മണിക്ക് കാഞ്ഞിരപ്പള്ളി അമല കമ്മ്യൂണിക്കേഷൻസിൻ്റെ നാടകം തച്ചൻ ഉണ്ടായിരിക്കും. സഹവികാരി ഫാദർ സന്തോഷ് മുല്ലമംഗലത്ത്, സാബു മുണ്ടകപ്പറമ്പിൽ, പ്രസിഡന്റുമാരായ അൻകൂർ ചാക്കോച്ചൻ, ആഷിർ ചാക്കോച്ചൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. i4u ന്യൂസ്, ഏറ്റുമാനൂർ.